എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. 12 ശ്ലോകങ്ങളാണ് ഇതുവരെ കഴിഞ്ഞത്. അടുത്തത് അർത്ഥസ്യ നിശ്ചയോ ദൃഷ്ടോ വിചാരേണ കിതോക്തിതഃ ന സ്നാനേന ന ദാനേന പ്രാണായാമശതേന വാ. ആത്മജ്ഞന്മാരായ മഹാപുരുഷന്മാരുടെ ഹിതവചനങ്ങൾ അനുസരിച്ച് വിചാരം ചെയ്യുന്നത് കൊണ്ടേ ആത്മയാഥാർത്ഥ്യ ബോധം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ സ്നാനം കൊണ്ടോ ദാനം കൊണ്ടോ കുറേ പ്രാണായാമം ചെയ്തത് കൊണ്ടോ ഉണ്ടാവുകയില്ല. ഇവിടെ പറയുന്ന ആധ്യാത്മികമായിട്ട് ഉന്നതിയിലെത്തിയിട്ടുള്ള മഹാപുരുഷന്മാരുടെ വചനങ്ങൾ അതനുസരിച്ച് വിചാരം ചെയ്യണം. ഇപ്പോൾ ഗീത അപ്രകാരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ്. വ്യാസബോധിതമാണ്, വ്യാസനാൽ ബോധിക്കപ്പെട്ടതാണ് നമുക്ക്. അത് ഓരോന്നും എടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മനനം ചെയ്ത് വിചാരം ചെയ്ത് അതിൻ്റെ തത്വങ്ങൾ എടുക്കണം. അല്ലാതെ കണ്ട് സ്നാനം കൊണ്ടോ, ഏത് സമയത്തും രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് സ്നാനം ചെയ്തതുകൊണ്ടോ ദാനം കൊണ്ടോ കുറേ പ്രാണായാമം ചെയ്തുകൊണ്ടോ ഉണ്ടാവുകയില്ല. പക്ഷേ സ്നാനം കൊണ്ടോ ദാനം കൊണ്ടോ ഗുണമില്ല എന്നല്ല ഇവിടെ പറയുന്നത്, പ്രാണായാമം കൊണ്ടും. പക്ഷേ ആത്മജ്ഞാനം വേണമെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഭ്രമത്തിന് വശകനായി ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ഭ്രമനിവർത്തകമായ പ്രവർത്തനത്തിൽ സമ്യക് വിചാരത്തിൽ സ്വയം ഏർപ്പെടാൻ സാധിക്കുകയില്ല. പല തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് ഭ്രമിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ആ ഭ്രമത്തിൽ നിന്നും ആ ഒരു ആകർഷണ വലയത്തിൽ നിന്നും പുറത്ത് ചാടി സമ്യക് വിചാരത്തിൽ സ്വയം ഏർപ്പെടാൻ സാധിക്കുകയില്ല. എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത് അതേ ചൈതന്യം തന്നെയാണ് എന്ന ഒരു ബോധത്തോടു കൂടി ഇരിക്കാൻ സാധ്യമല്ല. അതിനെന്തിനു വേണം? അതിന് ഗുരുവചനങ്ങൾ തന്നെ വേണം. അതാണ് ഇവിടെ പറയുന്നത്. അധികാരിണമാശാസ്തേ ഫലസിദ്ധിർവിശേഷതഃ ഉപായാദേശകാലാദ്യാഹ സന്ധ്യസ്മിൻ സഹകാരിണഃ. ഫലസിദ്ധി മുഖ്യമായും സാധകൻ്റെ യോഗ്യതയെ ആശ്രയിച്ചാണിരിക്കുന്നത്. ദേശം, കാലം മുതലായവയൊക്കെ സഹകാരി കാരണങ്ങൾ മാത്രമാകുന്നു. ഫലസിദ്ധി. ഇനി ഈ ആത്മീയമായ പഠനത്തിൽ ആത്മബോധം കുറയ്ക്കുവാനുള്ള ഈ പരിശ്രമത്തിൽ അതിൻ്റെ ഫലം കിട്ടുന്നത് മുഖ്യമായും സാധകൻ്റെ യോഗ്യതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സാധ്യതൻ്റെ യോഗ്യത പറഞ്ഞാൽ ആദ്യം നമ്മൾ ത്യാഗം ചെയ്യണം. എന്താ ത്യാഗം എന്ന് പറഞ്ഞാൽ? ജനിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്നത് എന്തോ അത് ഒഴിവാക്കണം. ജനിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്നത് 2 കാമം, ക്രോധം. കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാകും അത്. അമ്മയെ ഏത് സമയത്തും കാണണം എന്നുള്ള ആഗ്രഹം, കാമം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്ന് കരയുക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കാമവും ക്രോധവുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ നമ്മൾ ത്യജിക്കണം. യഥാർത്ഥത്തിലുള്ള ത്യാഗം അതാ. അങ്ങനെ ത്യജിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവരെയും സമഭാവനയിൽ കാണുവാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ അത്രയും മാനസികമായ ഉയരത്തിലായിരിക്കില്ല അപരൻ. അതുകൊണ്ട് അവൻ്റെ ചില സംസാരങ്ങളും വാക്കുകളും ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പം അത് എന്ന് വെച്ചാൽ അഭിപ്രായം പറയണ്ട എന്നല്ല, അഭിപ്രായം പറയാം. പക്ഷെ എങ്കിലും നമ്മൾ സമ്യക് ദർശനം കാണണം. ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറയുകയാണെന്നുവെച്ചെങ്കിൽ വർഗീയപരമായ പരാമർശങ്ങൾ നമ്മൾ കേൾക്കാം. അതിനൊക്കെ നമ്മൾ അപ്പം മറുപടി പറയുകയും ചെയ്യാം. പക്ഷേ എങ്കിലും അങ്ങനെ പറയുന്നവരുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലുള്ളത് ഒരേ ചൈതന്യം തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ആ പറയുന്നത് മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടാണ്. അത് ആത്മാവിൻ്റെ സ്വഭാവമല്ല, ശരീരത്തിൻ്റെ സ്വഭാവമാണ്. അവൻ വളർന്ന സാഹചര്യം, കാലം, ദേശം, മതം എല്ലാം അതിന് കാരണമാണ്.
അല്ലാതെ അത് ശാരീരികമായ അവസ്ഥയാണ്, അല്ലാതെ ആത്മാവിൻ്റെ അല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ശിവോഹം എന്നാണ് അത് ഇതിൽ പറയുന്നുണ്ട്, ഇനി പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കേണ്ട എന്നല്ല, സമൂഹത്തിൽ പ്രതികരണം വേണം. പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമൻ്റെ ഉള്ളിലുള്ളതും രാവണൻ്റെ ഉള്ളിലുള്ളതും ഒരേ ചൈതന്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധകൻ്റെ യോഗ്യതയെ ആശ്രയിച്ചാണ് ഫലം ഇരിക്കുന്നത് എന്ന് സാരം. ബാക്കി അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.